ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കണ്ടു. എന്തേ ഈ പദപ്രയോഗം പാകിസ്ഥാനെതിരായിട്ട് നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത്? ഇസ്രായേലും ഇറാനും തമ്മിലാണ് തർക്കം. അതിൽ നമ്മളൊരു മൂന്നാം കക്ഷി മാത്രമാണ്. പക്ഷേ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഭീകരവാദികൾ ഈ രാജ്യത്തിലെ നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ 26 നിരപരാധികൾ പഹൽഗാമിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ സമയത്ത് ലോകം മുഴുവനും പാകിസ്ഥാനെ അപലപിച്ചു. എന്നേ അന്ന് പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകാഞ്ഞത്? എന്താണോ സാറേ, പാകിസ്ഥാന് തെമ്മാടി രാജ്യമാണെന്ന് പറയുകയാണെങ്കിൽ ഈ അണ്ടിമുഖ ശാഖയിലെ കുണ്ടസംഖ്യയിലെ തെമ്മാടികൾ എന്ന് പറയേണ്ടി വരും. കാരണം പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്തത് ഈ അണ്ടിമുഖ ശാഖയിലെ കുണ്ടസംഖ്യകളാണല്ലോ. അങ്ങനെ ഈ സംഖ്യകളെ തെമ്മാടികൾ എന്ന് പിണറായി വിജയൻ പറയുകയാണെങ്കിൽ നാളെ ഈ സംഖ്യകളുടെ മുഖത്തേക്ക് പിണറായി വിജയനെ നോക്കേണ്ടി വരും. അപ്പൊ അത് പിണറായി വിജയൻ സഖാവിന് ഒരു മടിയായിട്ട് തോന്നുകയാണ്. നാളെ ഈ മുഖത്തോട് പോകാൻ കാണേണ്ടതല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ പറയാതെ വിട്ടതായിരിക്കും. പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ പുണ്യരാജ്യമാണല്ലോ. അപ്പൊ പിന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല സാറേ, അതുകൊണ്ട് വിട്ടാളാ. ഈ മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നുമല്ല ഇവരാരും അവതരിപ്പിക്കുന്നത്. കേവലം മതപരമായിട്ടുള്ള കാര്യമാണ്. മതരാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് നിലമ്പൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന് പരീക്ഷിക്കുകയാണ്. ഞങ്ങൾ വികസനത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളോട് പറയുമ്പോൾ മതത്തിന്റെ രാഷ്ട്രീയമാണ് UDF-ഉം LDF-ഉം സംസാരിക്കുന്നത്. സാർ, നിങ്ങൾ എന്ത് വികസനമാണ് ചർച്ച ചെയ്യുന്നത്? 60 റുപ്യയിൽ കിടന്ന പെട്രോൾ 110 റുപ്യയാക്കി മാറ്റിയതിന്റെ വികസനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? അതോ 3000 കോടി രൂപ ചെലവാക്കി ഉണ്ടാക്കിയ പ്രതിമയെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? അതോ അംബാനെയും അദാനിയെയും എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നുള്ള വികസനത്തെ കുറിച്ചാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അതോ ഏതെല്ലാം മുസ്ലിം പള്ളിന്റെ അടിയിൽ ലിംഗം കിടക്കുന്നുണ്ടെന്ന് വികസിപ്പിച്ചെടുക്കാനാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഇനി അതുമല്ല, താജ്മഹാൾ പൊളിച്ചിട്ട് അവിടെ ഒരു ചാണകക്കുഴി എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? എന്ത് വികസനത്തെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അതാ മണിപ്പൂർ ഇങ്ങനെ കലാപം ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികളെല്ലാം പൊളിച്ചിട്ട് അത് മുസ്ലിങ്ങളെ നെഞ്ചത്തൊട്ടിട്ടിട്ട് മുസ്ലിങ്ങളെ ഇനിയും ഒരു വലിയൊരു തീവ്രവാദികളാക്കി മാറ്റാനുള്ള വികസനത്തെ കുറിച്ചാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? എന്ത് വികസനത്തെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? പറയൂ, എന്ത് വികസനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? കുറെ റോഡുകളും ഹൈവേകളും വന്നതുകൊണ്ട് ഒരു വികസനമാകില്ല സാറേ. അടിമട്ടത്തിൽ കിടക്കുന്ന സാധാരണ ജനങ്ങൾ ഇവിടെ വികസനത്തിൽ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. കുറെ കലാപവും വർഗീയതയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു വികസനമാകില്ല സാറേ. പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് വികസനം വന്നു? കുറെ റോഡുകളും ഹൈവേകളും ഉണ്ടാക്കിയത് കൊണ്ട് ഒരു വികസനം എന്ന് പറയാൻ പറ്റില്ല. അടിമട്ടത്തിൽ കിടന്ന താഴ്മട്ടത്തിൽ കിടക്കുന്ന ജനങ്ങൾക്ക് വികസനം ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ഷനിൽ നിങ്ങൾക്ക് ജയിക്കുള്ളൂ. ഇല്ലെങ്കിൽ 8 നിലയിൽ വീണ്ടും നിങ്ങൾ മൂഞ്ചുള്ളൂ. വികസനം എന്നുള്ള പണിയുണ്ടല്ലോ, അവിടെയാണ് കിട്ടുക. കുറെ ഹൈവേകളും റോഡുകളും ഉണ്ടാക്കിയപ്പോ നിങ്ങളൊക്കെ പാരാട്ടും, ഓ സൂപ്പർ ഹൈവേ, സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയും. പക്ഷെ താഴ്ത്തട്ടിലുള്ള ജനങ്ങൾക്ക് വികസനം ഇല്ലെങ്കിൽ നിങ്ങൾ ഇലക്ഷനിൽ 8 നിലയ്ക്ക് മൂഞ്ചും. അല്ല, പിന്നെ വേറൊരു പ്രശ്നം, നിങ്ങൾക്ക് പിന്നെ വോട്ടിംഗ് മെഷീനിൽ തരികടയായത് കൊണ്ട് മൂഞ്ചാൻ സാധ്യതയില്ല അല്ലേ?